ജൻസി കലാപമുണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ഇനി ഭാരതത്തിലെ ജൻസി നോ പറയും. കാരണം അവർക്കൊപ്പം ഭാരതത്തിന്റെ സ്വയം സേവകൻ മോദിയുണ്ട്. ജൻസി തലമുറയെ ചേർത്ത് നിർത്തി നരേന്ദ്രമോദി ഒരു തലമുറയുടെ ആദരം പിടിച്ചുപറ്റുന്നു. ലാലു പ്രസാദ് യാദവിനെ ഭയന്ന് ബീഹാർ വിടേണ്ടി വന്ന കുടുംബത്തെ തിരിച്ചെത്തിച്ച മൈഥിലിയിലൂടെയാണ് ആ പിന്തുണയുടെ കഥ ലോകം അറിയുന്നത്. മൈഥിലി താക്കൂർ എന്ന പെൺകുട്ടി ജൻസി തലമുറക്കാരിയാണ്. ഒരിക്കൽ ലാലു പ്രസാദ് യാദവിനെ ഭയന്ന് ബീഹാർ വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഒരു അച്ഛന്റെ മകൾ. ഇന്ന് അവർ കുടുംബത്തെ ബീഹാറിൽ തിരിച്ചെത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, കനലുകളിലൂടെ നടന്ന് ഭോജ്പുരി ഗാനങ്ങൾ ആലപിച്ച് കോടികൾ ഉണ്ടാക്കി കുടുംബത്തിന്റെ ദാരിദ്ര്യവും തീർത്തു. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബീഹാറിന്റെ മകളായി എത്തിയിരിക്കുകയാണ് 25 വയസ്സുള്ള ഈ ജൻസി തലമുറക്കാരി. ബീഹാറിലെ ആലിനഗർ മണ്ഡലത്തിലാണ് മൈഥിലി താക്കൂർ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ ജൻസി തലമുറ ഭരണകൂടത്തെ വെല്ലുവിളിക്കുമ്പോൾ അട്ടിമറിക്കുമ്പോൾ അതേ ജൻസിയെ ചേർത്ത് നിർത്തുകയാണ് നരേന്ദ്രമോദി. 2024 മുതൽ മോദി മൈഥിലി താക്കൂറിനെ കണ്ടെത്തിയിരുന്നു. അന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ മോദി പറഞ്ഞു, ആളുകൾ എന്റെ പ്രസംഗം കേട്ട് മടുത്തു, ഇനി നീ ഒരു പാട്ട് പാടാമോ? ഇത് കേട്ട ഉടനെ അന്ന് 24-കാരിയായ മൈഥിലി താക്കൂർ ഒരു ഭോജ്പുരി ഗാനം ആലപിച്ചത്രേ. അത് മൈഥിലിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നു. ഇന്ന് നിരവധി ജൻസിക്കാരെ മോദി BJPയിലേക്ക് ചേർത്ത് നിർത്തുന്നു.